പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ. അതിൽ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ആ സീറ്റിൽ എൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡറിലാണ് കൊടുത്തത്. ടോപ്പ് എൻ്റെ പോകുന്ന സമയത്ത് ഇതിന് മേലത്തെ വേരിയൻ്റ് പോകുന്ന സമയത്ത് ഇവിടെ ബേസ് മോഡലാണ് എക്സിറോസിൻ്റെ. ഞാൻ ഈ വണ്ടി ഒരു വീഡിയോ കിയ സിറോസ്, നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കിയ സിറോസിൻ്റെ. നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നൊരു വീഡിയോ ആയിരുന്നു കിയ സിറോസിൻ്റെ. അതിൻ്റെ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. പിന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ ബേസ് മോഡലാണ് എക്സിറോസിൻ്റെ. ഞാൻ ഈ വണ്ടി ഒരു വീഡിയോ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസ് മോഡൽ ഫീച്ചേഴ്സ് കണ്ടിട്ടാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോടാണ് കിയ ഈ വാഹനം പുറത്തിറക്കിയുള്ളത്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് കിയ സിറോസ് വെറും മോഡൽ. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട്നെസ്സോടാണ് ഈ വാഹനം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഏതൊരു പോർഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരു ക്യൂട്ട്നെസ്സോടാണ് ഈ വാഹനം പുറത്തിറക്കിയിട്ടുള്ളത്. ആരായാലും നോക്കി പോകുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ടോൾ ബോയ് സെഗ്മെൻറ്റിലെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലും പ്രീമിയം ഫീച്ചേഴ്സും കൂടിയുള്ള ഒരു മോഡലും കൂടിയാണ് കിയ സിറോസ് എന്ന് പറയുന്ന മോഡൽ. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങും. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കിയയുടെ സിറോസിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് അതിന് താഴെ കൊടുക്കുന്നത്. ഇതിൻ്റെ മേലത്തെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് താഴെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് പ്രൊഫൈലിന് കിയുടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു കൊറിയൻ ടൈപ്പിലാണ് ഒരു ബാഡ്ജിങ് വന്നുള്ളത്. നേരെ താഴെ ഒരു ബ്ലാക്ക് ഒരു ബെൻഡിങ് പോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ഫീച്ചർ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള ബ്രാൻഡൊക്കെ ഇവിടെ ഒരു കണക്റ്റഡ് ടൈപ്പ് DRL കൊടുക്കുന്ന ഒരു സാമ്യമായിട്ടാണ് ഈ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു മാച്ചിങ് പോലെയാണ് ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഒരു ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒറ്റ നോട്ടിൽ കണ്ട വിചാരിക്കും ഇതൊരു EV കാറാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്രില്ലൊന്നും കാണില്ല. താഴെ ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ക്ലോസ്ഡ് ഗ്രിൽ പോലെയാണ് ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വന്നുള്ള ഒരു 1 ലിറ്റർ IC എഞ്ചിൻ അതുപോലെ 1.3 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ഹെഡ്ലം സെക്ഷൻ നോക്കുകയാണ് ഒറ്റ നോട്ടിൽ കണ്ടിട്ട് ഒരു DRL തോന്നും. പക്ഷേ DRL അല്ല, ജസ്റ്റ് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് പ്രൊജക്ടർ ലാംപ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർക്ക് സെൻസേഴ്സും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഒരു ക്യൂട്ടുള്ളൊരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. ചെറിയൊരു സൈസിലൊരു ബോണറ്റാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വൈപ്പേഴ്സാണ്. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ആ ക്യൂട്ട്നെസ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ആ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ സാധിക്കുന്നത്. നേരെ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 15 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. അതും സ്റ്റീൽ വീൽസാണ്. ബേസ് മോഡലാണ് സ്റ്റീൽ വീൽസ്. ഇതിൻ്റെ മേലത്തെ വേരിയൻ്റ് പോകുമ്പോൾ നമുക്ക് അലോ വീൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ ഫോർസ് സ്പോക്ക് കാണാൻ സാധിക്കും. 195/65 ടയർ പ്രൊഫൈലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീൽ RCS കൊടുത്തിട്ടുണ്ട്. SUV ക്ലാഡിംഗ് വിളിക്കുന്ന രീതിയിലാണ് ആ കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡറിലാണ് കൊടുത്തത്. ടോപ്പ് എൻ്റെ പോകുന്ന സമയത്ത് ഇതിന് മേലത്തെ വേരിയൻ്റ് പോകുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തത്. അതുപോലെ തന്നെ ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽസാണ് ബേസ് മോഡലിലൂടെ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു ഗവൺമെൻറ്റിൽ ഫിനിഷ് നമുക്ക് ഡോർ ബീഡിലും കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഓൾറെഡി സൈഡ് പ്രൊഫൈൽ തോന്നി. എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു സൈഡ് പ്രൊഫൈൽ അത്യാവശ്യം നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത്. ഇത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു സൈഡ് പ്രൊഫൈലും അതുമാത്രമല്ല ഈ ഡോർ ഹാൻഡിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊരു പ്രീമിയം കാറിൽ കൊടുക്കുന്ന ഫീല് നമുക്ക് തോന്നും ഈ ഒരു സിറോസിൽ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് ഓൾറെഡി സൈഡ് പ്രൊഫൈൽ, ഒരു ബാക്ക് പ്രൊഫൈൽ ഒന്നും ഒരു L ഷേപ്പിലാണ് എന്നിട്ട് ടൈൽ ലാമ്പ് സ്പ്ലിറ്റ് ടൈൽ ലാംപ്സ് ആണ്. താഴെയും ടൈൽ ലാംപ്സ് ആണ്. അത് ഇല്ലുമിനേറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് ടൈൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ TGD എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, അതുപോലെ സിറോസിൻ്റെ ബാഡ്ജിങ് കിയ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡിഫോക്ക് ലൈൻസ് ഈ വാഹനത്തിൽ മിസ്സാകാത്ത. അതുപോലെ തന്നെ വൈപ്പേഴ്സും ഈ വാഹനത്തിൽ മിസ് ഔട്ടാണ്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കും വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി. അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയിലാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. സ്പെയർ വീല് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. നേരാണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഒരു ഡോർ ഹാൻഡിൽ. ഒരു ബേസ് മോഡൽ ഇൻറ്റീരിയർ എന്ന് ആരെങ്കിലും കണ്ടാൽ പറയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോടെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് സിറോസിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബേസ് മോഡലിൽ ഇരിക്കുന്ന ഫീല് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമ്മളൊരു ടോപ്പിൻ്റെ മോഡൽ എങ്ങനെ ഇരിക്കുന്നത് ആ ഒരു ഫീലിലാണ് നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. ഒറ്റ നോട്ടിൽ കണ്ടത് ബേസ് മോഡലാണോ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരെ നമുക്ക് തോന്നും ഈ ഇൻറ്റീരിയർ കണ്ടിട്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോടെ ഒരു ഇൻറ്റീരിയർ വന്നുള്ളത്. സ്റ്റിയറിംഗ് വീല് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്. അതും മാത്രമല്ല സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് ബേസ് മോഡൽ മുതലുണ്ട്. അതായത് ഇവിടെ മീഡിയ കൺട്രോൾസും ഇത് ക്ലസ്റ്റർ കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തുള്ളത്. ടയർ പ്രഷർ മോണിറ്റർ ബേസ് മോഡൽ മുതൽ ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു വരാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു
എമൗണ്ട് കൊടുക്കുന്ന ഒരു വാല്യൂ ഈ ഒരു വാഹനത്തിലുണ്ട്. ഈ ഒരു ബേസ് മോഡലുണ്ട്. ഒരു വാല്യൂ ഫോർ മണി വരെ നമുക്ക് ഇതിനെ വിളിക്കാനും സാധിക്കും ഈ ഒരു ബേസ് മോഡലിനെ. കാരണം അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സുള്ള മോഡലും കൂടിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു ക്യൂട്ട്നെസ്സോടെയാണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഇതിൽ കണ്ടിട്ട് കാര്യങ്ങൾക്ക് എല്ലാതും വന്നിട്ടുണ്ട്. സെറ്റിങ്സ് ഇതിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനും നാവിഗേഷൻ കണക്ട് ചെയ്യാൻ എല്ലാതും സാധിക്കുന്നതാണ്. നേരെ താഴെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളി അപ്പ് ആൻഡ് ഡൗൺ, സെർച്ച്, മാപ്പ്, ഹോം, മീഡിയ, ഫേവറേറ്റ്, സെറ്റപ്പ്. നമുക്ക് ഏതെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാനാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഹസാർഡ് ലാമ്പ്, AC വെൻറ്റുകൾ, AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ AC ഓൺ ഓഫ് ഇങ്ങനെയാണ്. അത് ഹീറ്റ് കൂളിങ്ങും ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറക്കണതും ചെയ്യുന്നത്. ഇവിടെയും ടെമ്പറേച്ചർ കൂളിങ്ങും ഹീറ്റും വരുന്നത്. അതുപോലെ തന്നെ ഒരു 2 ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. ഒരു സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഡുവൽ കൺട്രോളാണ്. അതായത് നമുക്ക് ഫാസ്റ്റ് ചാർജ് ആക്കാൻ വേണ്ടിയും നമുക്ക് നോർമൽ ചാർജ് ആക്കാൻ സാധിക്കും. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, ഇതൊരു ബേസ് മോഡലിൻ്റെ ക്യാമറ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെയാണ് ഒരു ക്യാമറ വന്നിട്ടുള്ളത്. പാർക്ക് സെൻസ് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തത്. പിന്നെ മാനുവൽ ഗിയർ ബോക്സ്. റിവേഴ്സ് ഇടുമ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് ഒരു സെക്കൻഡ് ഇങ്ങനെ നമ്മൾ റിവേഴ്സ് ഇടുന്നത്. അപ്പോൾ നോർമൽ ഫസ്റ്റ് ഇടണമെങ്കിൽ ഇങ്ങനെ ആ രീതിയിലാണ് കൊടുത്തിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, റാംറസ്റ്റ്, അത് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു AC വെൻറ്റ് ഹിഡൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടിൽ ഇവിടെ AC വെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാവില്ല. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിമ്മയാണ്. റിയോ മിറർ, സൺറൈസ്, പാസഞ്ചറിൽ ഒന്നും വന്നിട്ടില്ല. റീഡിങ് ലാമ്പ്, അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡറും അവിടെ കാണാൻ സാധിക്കും. ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് നമുക്ക് സൺറൂഫ് ലഭിക്കുന്നതാണ്. ഒരു പാനോറമിക് സൺറൂഫ് നമുക്ക് ലഭിക്കുന്നതാണ് ടോപ്പിൻ്റെ പോകുന്ന സമയത്ത്. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഈ കാറിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽ. അറൗണ്ട് ഒരു 90 ഡിഗ്രി ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആ സീറ്റ് ഇട്ടില്ല, എൻ്റെ പൊസിഷനിലാണ് സീറ്റ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ട് നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമുക്ക് സീറ്റിനെ കുറിച്ച് പറയുമ്പോഴും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സും കാര്യങ്ങളാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് റോയിൽ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ ഫിനിഷ്, അതും അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. സീ പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 സീ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണൊക്കെ ഹോൾഡറും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു വെയിലടിക്കാതിരിക്കാനും നല്ല രീതിയിൽ യൂസ്ഫുൾ ഒരു കാര്യമാണ് ആ ഒരു കർട്ടൻസ്. ഞാനത് ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ ഇവിടെ ഒരു പിയാനോ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് വെന്റിലേറ്റർ സീറ്റിന് ബട്ടൺ ഇവിടെ ആയിരിക്കും ലഭിക്കുന്നത്. പിന്നെ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ പറയുമ്പോൾ ബേസ് മോഡൽ മുതലേ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലും കൂടിയാണ് കിയ സിറോസ്. ഇതിൻ്റെ ഏതൊരു വേരിയൻ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എമൗണ്ടിന് കൊടുക്കുന്ന മുതൽ ഈ ഒരു ബേസ് മോഡലുണ്ട്. അതിന് നമുക്ക് ബിഗ് ലൈക്കും കേക്ക് കൊടുക്കും. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയം നമുക്ക് 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു 1 ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 സിലിണ്ടർ ടെർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഡീസൽ നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പെട്രോളിൻ്റെ പവർഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 180 bhp പവറാണ് പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീസൽ നോക്കുകയാണെങ്കിൽ 114 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പവർഫിക്കേഷൻ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പാക്കുള്ളൊരു എഞ്ചിൻ പെയിൻ. അതുപോലെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞുള്ളൂ കണ്ടതിൻ്റെ ഒരു ബോണറ്റ് അത്യാവശ്യം നല്ല ക്യൂട്ട്നെസ്സോടാണ് ഇതിൻ്റെ ബോണറ്റ് വന്നിട്ടുള്ളത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ബോണറ്റ്. ഒരു ക്യൂട്ട് ബോണറ്റ് നമുക്ക് വിളിക്കാൻ സാധിക്കും. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് തിരൂർ DKH കിയ പറഞ്ഞ ഷോറൂമിൽ നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തിരൂർ DKH കിയ വേണ്ടി ബന്ധപ്പെടും. അതുമാത്രമല്ല അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയങ്ങൾ ചെറിയൊരു ബ്രേക്ക്.